എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ നാളുകൾ ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. ഒത്തിരി നാളുകൾ. അത് കഴിഞ്ഞിപ്പോൾ BJP നാട് ഭരിക്കുന്നു. എന്നാൽ BJPയും കോൺഗ്രസും തമ്മിലുള്ള കുറച്ചധികം വ്യത്യാസങ്ങളുണ്ട്. അതാദ്യം ഓർക്കേണ്ടത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവും ആയ ശ്രീ രാഹുൽ ഗാന്ധിയാണ്. കാരണം കോൺഗ്രസ് നയിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. കോൺഗ്രസ് ഭരിച്ചപ്പോൾ നല്ല രീതിയിൽ അന്നത്തെ കാലഘട്ടത്തിന് അനുസരണമായ രീതിയിലുള്ളൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിച്ചു. എങ്കിലും ഒത്തിരി അപാകതകൾ ആ ഭരണത്തിൽ നിന്നുണ്ടായി. അതുമൂലം അന്ന് കോൺഗ്രസ്സിലുണ്ടായിരുന്ന പലരും കോൺഗ്രസ് വിട്ട് മാറി മറ്റു പല പാർട്ടികളിലും ചേക്കേറി. അതിൻ്റെ അനന്തരഫലമായിട്ട് മാറിയതാണ് ഇന്ന് ഭരിക്കുന്ന BJPയുടെ ശരിക്ക് ഉത്ഭവം എന്ന് പറഞ്ഞ കോൺഗ്രസ് തന്നെയാണ്. ഇത് എല്ലാ കോൺഗ്രസ്സുകാർക്കും ഒന്ന് മനസ്സിലാക്കണം. കോൺഗ്രസ് നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ചു. എന്നാൽ നല്ല രീതിയിൽ നിന്നും കുറച്ച് അപാകതയും അതിനുള്ളിലുണ്ടായി. അതായത് ഇപ്പോൾ BJP ചെയ്യുന്ന അതേ ഒരു രീതി തന്നെയായിരുന്നു. BJPയും നല്ല ഭരണം കാഴ്ചവെക്കുന്നെങ്കിലും അതിൻ്റെ ഉള്ളിലും ഈ ഭരണത്തിലുമുണ്ട് ഒത്തിരി അപാകതകൾ. അത് ഒരു രാജ്യം ഭരിക്കുമ്പോൾ എല്ലാം ഒരുപോലെ നമുക്ക് ശരിയാകണമെന്നില്ല. ഇതൊരു വലിയൊരു രാജ്യമാണ്. പല ഭാഷകൾ സംസാരിക്കുന്നതാണ്, പല പാർട്ടിക്കാരാണ്. ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അത് കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഇന്ന് BJP നേതാക്കൾക്കും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ BJP ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ കാലത്ത് എന്തൊക്കെ അപാകതകളുണ്ടായി, എന്തൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ അവ മൊത്തം ഇവർ കാണുകയും ആ വീഴ്ചകളെ ഇവർ ഇന്ന് ഒരു ആയുധമാക്കി മാറ്റുകയും ചെയ്തു. പണ്ടത്തെ കോൺഗ്രസ് കാണിച്ച ആ ഭരണത്തിൽ ഉണ്ടായ വീഴ്ചകൾ ഇന്ന് BJP ഇന്നൊരു ആയുധമായിട്ട് പ്രയോഗിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, കോൺഗ്രസിൻ്റെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി ഒരു ഭാരത് ജോഡോ യാത്ര നടത്തി. അത് ജനഹൃദയങ്ങളുടെ മനസ്സിൽ ഒത്തിരി അദ്ദേഹത്തിന് സ്ഥാനം പിടിച്ചു. അതിൻ്റെ ഗുണമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാനും സാധിച്ചത്. എന്നാൽ ആ സ്ഥാനത്തിരുന്നെങ്കിലും അദ്ദേഹത്തിനുമുണ്ട് ഒത്തിരി പോരായ്മകൾ. എങ്ങനെ BJPക്കാർ ഓരോ കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള അതേ ഒരു സംവിധാനം തന്നെയാണ് കോൺഗ്രസ്സിലെ പ്രതിപക്ഷ നേതാക്കന്മാരും ചേർന്ന് ചെയ്യേണ്ടത്. വല്ലപ്പോഴും കയറി പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് ബഹളം വെച്ചത് കൊണ്ടോ എന്തെങ്കിലും അതിലൊന്നും കാര്യമില്ല. ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യണം. ഈ ഇടയ്ക്ക് തന്നെ 2-3 ദിവസം എനിക്ക് വളരെ നാണക്കേട് തോന്നി ശ്രീ രാഹുൽ ഗാന്ധി ചില പ്രസ്താവന. ഇപ്പോൾ ഈ രാജ്യത്ത് ഇപ്പോൾ ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ വട്ടം എന്ന് പറഞ്ഞാൽ ഒരു വട്ടായിട്ട് മാറിയിരിക്കുന്ന ഈ ഡൊണാൾഡ് ട്രംപാണ്. ആ മനുഷ്യൻ രാവിലെ ഒന്ന് പറയും, ഉച്ചയ്ക്ക് മറ്റൊന്ന് പറയും, വൈകുന്നേരം ഇങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് വേൾഡ് ബാങ്കിൽ നിന്ന് ഒത്തിരി പേയ്മെൻറ്റ് ലോണായിട്ട് പാകിസ്ഥാൻ കൊടുക്കുകയും പാകിസ്ഥാൻ ആ എമൗണ്ട് തീവ്രവാദികൾ ഉപയോഗിച്ച് നമുക്ക് ഇന്ത്യക്ക് അഗസ്റ്റനായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. ആ ചുക്കാൻ പിടിക്കുന്ന ട്രംപാണ്. ആ ട്രംപ് പറഞ്ഞത് ശരിയാണെന്ന് ട്രംപ് ചില പ്രസ്താവനകൾ വിഡ്ഢിത്തരം വിളിച്ച് പറഞ്ഞത് അത് ശരിയാണെന്ന് പാർലമെൻറ്റിൽ ശ്രീ രാജീവ് ഗാന്ധി പറഞ്ഞത് ഒട്ടും ശരിയായുള്ള കാര്യമല്ല. വളരെ മോശമാണ്. ഞാൻ ഒരു നിഷ്പക്ഷമായിട്ട് പറയുകയാണോ, ഞാൻ കോൺഗ്രസിൻ്റെ നല്ലതും ചീത്തയും പറയും, BJPയുടെ നല്ലതും ചീത്തയും പറയും, ഒക്കെ പാർട്ടിയുടെ പറയാം. നമ്മൾ ഒരു പബ്ലിക്കായിട്ട് നിന്ന് വീക്ഷിക്കുന്നതാണ്. നേരം വെളുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് രാജീവ് ഗാന്ധി വളരെ ഓപ്പണായിട്ട് പറയാം, ശകലം ഈഗോയിസം ഈ രാജീവ് ഗാന്ധിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. അത് എന്താണ് എന്ന് അറിയില്ല. എപ്പോഴും നാം ചെയ്യുന്നത് കറക്റ്റ് ആകണമെന്നില്ല. രാജീവ് ഗാന്ധി എപ്പോഴെടുത്താൽ ഈ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി
എന്നും ഒരു പ്രസ്താവന എടുക്കുമ്പോൾ മെയിനായിട്ട് കാണുന്നത്, ഹൈലൈറ്റ് ചെയ്യുന്നത് മോദി, മോദാനി, then what do you call this, അദാനി, then അമിത്ഷാ, ഇങ്ങനെയുള്ള കുറച്ച് പേരുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. വൈ? എന്തിനാണ്? നിങ്ങൾ ഈ പേരുകൾ പലപ്പോഴും എല്ലാവർക്കും അറിയാം. ഇങ്ങനെ നേരം വെളുക്ക് ഈ പേരുകൾ മാത്രം രാമ 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 ബാഹിമ എന്ന് പറഞ്ഞ കണക്ക് മോദി 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 എന്ന് പറയുന്ന ഒട്ടും ഇതല്ല, അഭികാമ്യമല്ല. രാഹുൽ ഗാന്ധി, നിങ്ങൾക്ക് ഒത്തിരി വർക്കുകൾ ചെയ്യാനുണ്ട്. യു ഹാവ് ടു ബി വർക്ക് ക്വൈറ്റ് ലോട്ട്. ഇന്ത്യയിലൊരു വലിയൊരു പാർട്ടിയായിരുന്നു നിങ്ങൾ, എന്തോ ഒരു ഇന്ത്യ സഖ്യമുണ്ടായി, ഒക്കെ പലതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കുറച്ചുകൂടെ ക്രിയാത്മകമായി, സോളിഡായി, സ്റ്റേണായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മോദിയുടെ അമിത്ഷായുടെയും പേര് പറയാൻ സമയം കിട്ടില്ല. പ്ലീസ്, അതൊക്കെ ആ പേരുകൾ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ തന്നെയാണ് അവരെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒരു സാധാരണക്കാരൻ പോലും ഓർക്കാതിരിക്കുമ്പോൾ നിങ്ങൾ മോദി, അമിത്ഷാ, മോദി, അമിത്ഷാ, പിന്നെ മോദാനി, അദാനി എന്നൊക്കെ ഇങ്ങനെ പറയും. ഇറ്റ് ഈസ് നോ ഗുഡ്. താങ്കൾ ഒരു പ്രതിപക്ഷ നേതാവാണ്. താങ്കളുടെ ചില പ്രസ്താവനകൾ കോൺഗ്രസ്സിലുള്ള നേതാക്കന്മാർ ഒരുപാട് അലോസരപ്പെടുത്തുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഹാർഡ് വർക്കറാണ്, ഒക്കെ ആണെങ്കിൽ, ബട്ട് സംടൈംസ് ആ ഒരു പൊസിഷൻ വിട്ട് ഡീറൈഡിങ് ആയി പോണത് പോലെ ആകും. അങ്ങനെ ആകാൻ പാടില്ല. എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം തന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിൽ എത്ര പേര് മരിച്ചു, എത്ര പ്ലെയിൻ പോയി, എത്ര ടാങ്ക് നശിച്ചു, എത്ര ആൾക്കാർ നശിച്ചു, ഇതൊക്കെ ഇറ്റ് ഈസ് ടു ബാഡ്. ഇങ്ങനെ അല്ല പറയേണ്ടത്. ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഡിഫൻസ്. അത് പട്ടാളക്കാരുടെ ഒരു ഇതാണ്. ആ പട്ടാളക്കാർ എത്ര എന്താണെന്നുള്ളത് പാർലമെൻറ്റിൽ ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല, അറിയാത്തതുകൊണ്ടാണ്. ഇനി നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ തന്നെ മറുപടി തരുന്നതും ശരിയല്ല. ദറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് തിങ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് സെക്യൂരിറ്റി. ഒരു ഡിഫൻസ് പാർട്ടാണത്. അതൊന്നും പരസ്യമായിട്ട് ചോദിക്കരുത്. അത് രാഹുൽ ഗാന്ധി, താങ്കൾ കുറച്ച് നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, പറയാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ നോക്കേണ്ടത് ഈ വരുന്ന ഇലക്ഷനിൽ നിങ്ങൾ എന്തൊക്കെ പോയിൻ്റാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അത് മാനേജ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ജനങ്ങളെ സേവ് ചെയ്യാൻ ഒരു ഭരണത്തിൽ എങ്ങനെ കയറണം, അതിനുവേണ്ടിയായിരിക്കണം നിങ്ങൾ കൂടുതലും പ്ലാൻ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ഇരുട്ടി വെളുക്കുമ്പോൾ കുറേ പേരുകളും പറഞ്ഞ് പല പ്രസ്താവനകൾ, ഏതെങ്കിലും ഇപ്പോൾ ട്രംപ് എന്ന് പറഞ്ഞാൽ അത് ഓക്കെ എന്ന്, ഇതൊക്കെ ഒട്ടും നോട്ട് എ റൈറ്റ് തിങ്. ഒരുപാട് കോൺഗ്രസ് ഒത്തിരി കഷ്ടപ്പെട്ട് ഈ രാജ്യത്തെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഡെവലപ്പിന് ആ ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് ഇനി BJP എല്ലാം ഭരിക്കുന്നത്. പക്ഷേ അത് കോൺഗ്രസ്സിനുള്ള ഒരു വില, അതിനുള്ളൊരു സ്റ്റെബിലിറ്റി, ആ കോൺഗ്രസിൻ്റെ തൻ്റെ ഇടം അതിനെ കളയുന്ന രീതിയിൽ ചില പ്രസ്താവനകൾ ഉണ്ടായിപ്പോണം. അതും ശ്രീ രാഹുൽ ഗാന്ധിയിൽ നിന്നും അങ്ങനെ ഉണ്ടാകരുത്. സോ ദയവ് ചെയ്ത് എന്തു തന്നെ ആയിരുന്നാലും വി ആർ ഇന്ത്യൻസ്. ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഇന്ത്യക്ക് വേണ്ടിയാണ് സംസാരിക്കേണ്ടത്. നമ്മൾ ഇന്ത്യയാണ് ഇന്ത്യയാണ് നമ്മുടെ രാജ്യം. നമ്മൾ കയറണം നമ്മുടെ ഇന്ത്യൻസിനെയാണ്, നമ്മുടെ ബിസിനസ്സിനെയാണ്, നമ്മുടെ ജനങ്ങളെയാണ്, നമ്മുടെ ഡിഫൻസിനെയാണ്, എവറിത്തിങ് നമ്മൾ കെയർ ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ അല്ലാതെ 100 വട്ടം മോദി 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 എന്ന് പറഞ്ഞ് നടക്കുകയില്ല. ഓക്കെ, ലെറ്റ് ഹിം ട്രാവൽ. മോദി പല രാജ്യത്തും പോണത് ഇറ്റ്സ് എ ഗുഡ് തിങ്. നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം, എല്ലാവരുമായിട്ട് നല്ല കമ്പനി ഉണ്ടാക്കണം. എന്നിരുന്നാലും അറ്റ്ലീസ്റ്റ് മോദി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്ന കണക്കല്ല ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഒരു ഡീവിയേഷനൊക്കെ ഉണ്ട്, തൻ്റെ ഇടമുണ്ട് അദ്ദേഹത്തിന്. നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. താങ്കൾക്കുമുണ്ട്, രാഹുൽ ഗാന്ധിക്കുണ്ട് തൻ്റെ ഇടം. പക്ഷേ ചില സമയത്ത് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കുന്നില്ല. സോ ഞാൻ വളരെ റിക്വസ്റ്റ് ചെയ്ത് പറയാണ്, ഇനിയുള്ള പാർലമെൻറ്റ് സമ്മേളനങ്ങളിലും എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ യു തിങ്ക് ടോയ്സ്. നിങ്ങൾക്ക് നല്ലൊരു അഡ്വൈസർ ബോർഡ് വേണം, നല്ലൊരു അഡ്വൈസേഴ്സ് മെമ്പേഴ്സൊക്കെ ഉണ്ടാകണം. നിങ്ങൾ ആരെങ്കിലും ഒരിക്കലും തങ്ങളിൽ വളരെ ഓപ്പണായിട്ട് പറയാം, ശ്രീ രാജീവ് ഗാന്ധി, യു ആർ ഹാവ് എ ഈഗോയിസം, യു ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ്, യു ഹാവ് ടു റിമൂവ് ഫ്രം ദറ്റ്
sense. That egoism sense you are not supposed to keep in your mind. It is not the right thing. Because you are a leader of the Congress party, more than that, you are an opposition leader. We are sorry to say up to this level. So, we expect, we want to see you a right opposition leader and the leading Congress party, leader of the Congress party. We appreciate your what do you call your ideas and everything, but sometimes all your ideas and everything you are coming up, sometimes you are spoiling because of your loose talk and this egoism. So please, we expect as a leader, and we expect, you are a grandchild of the Indira Gandhi and a son of Rajiv Gandhi. We are proud of that. So please maintain. Thank you. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ വിമർശിക്കുകയല്ല, സ്നേഹം കൊണ്ട് പറഞ്ഞു പോയതാണ് എന്ന് കരുതി ബി ജെ പിക്കാർ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് പറയുന്നില്ല. ഒത്തിരി കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ കറക്റ്റ് ചെയ്താൽ അവർക്ക് നല്ലത്, അവർ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ കോൺഗ്രസ്സിന് നല്ലത്, കോൺഗ്രസ് കറക്റ്റ് ചെയ്താൽ കോൺഗ്രസ്സിന് നല്ലത്. ഇത്രയേ ഉള്ളൂ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ ജി കെ തുമ്പക്കാരൻ. താങ്ക് യു.